അപ്പം നമുക്ക് അടുത്ത ഗാനം ശ്രീമതി പ്രസന്ന ഗോവിന്ദൻ. പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ. ചമതമുറിക്കും കൈവിരലുകളാൽ ഹൃദയ തമ്പുരു എങ്ങനെ മീട്ടും പ്രണവം ചൊല്ലും ചുണ്ടുകളാൽ ഞാൻ പ്രേമകാകളിലെങ്ങനെ പാടും നാദാ നാദാ നീ എവിടെ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ. പരവരി മൂടും മാറിടമാകെ മദന നമ്മുകളെന്തിനോ തൂകി ഉലകം ചോടും പൂവുടലോടെ പ്രേമലോലുപനിന്നിനി വരുമോ നാദാ നാദാ നീ എവിടെ പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ ഞാനൊരു മുനികുമാരികയല്ലേ പ്രിയതമാ പ്രിയതമാ. താങ്ക് യു. മനസ്സിൻ്റെ വ്യാകുലതകളാണ് ഈ ഗാനം. വയലാർ ദേവരാജൻ ടീമിൻ്റെ നല്ല നല്ല സുന്ദരമായിട്ടുള്ളൊരു ഗാനമാണ്. പ്രണയലേഖനം എങ്ങനെ എഴുതണം മുനികുമാരികയല്ലേ ഞാൻ എന്ന് ചോദിക്കുന്ന ഗാനം. ചേച്ചി നന്നായി പാടി കേട്ടോ. പാട്ടുകൾ ഒരുപാട് പരിശീലിക്കുന്നുണ്ടല്ലേ പരിപാടികൾക്കായിട്ട്? സമയം കിട്ടാറില്ല. എന്നാലും ഓക്കെ. നമ്മുടെ എന്താ പറയുന്ന പാടാനൊക്കെ ഉള്ളൊരു താല്പര്യമുള്ള ആളുകളിൽ നിന്ന് നമ്മൾ കണ്ടെടുത്തിയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് ശ്രീമതി പ്രസന്ന ഗോവിന്ദൻ. എന്തായാലും ഈ പാട്ടിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നൊരു കമ്മിറ്റ്മെൻറ്റിന് ചേച്ചിക്ക് ഞങ്ങളൊരു വലിയ സന്തോഷം പറയുന്നു കേട്ടോ. എന്തായാലും ഇനി ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ പഠിച്ച് പാടണം. ഓക്കെ. വേറെ നമ്മൾ പിരിയുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ഒരെണ്ണം കരുതി വെച്ച് ഞാൻ അങ്ങനെ ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചോ? കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുമ്പോൾ ഞാനൊരു പാട്ട് പാടണമെന്ന് പറയുമല്ലോ. അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കരുതിയിരുന്നോ? തമിഴ് പാട്ട് പാടാമെന്ന് വിചാരിച്ചു. തമിഴ് പാട്ട് ആവട്ടെ. ഓക്കെ. நேற்று இல்லாத மாற்றம் என்னது காற்று என் காதிலேதோ சொன்னது இதுதான் காதல் என்பதா இதயம் சிந்திவிட்டதா இளமை பொங்கிவிட்டதா சொல் மனமே
நேற்று இல்லாத மாற்றம் என்னது காற்று என் കാതിലേതോ சொன்னது. ഓക്കെ, താങ്ക് യു. ഒരു സംശയം, ചേച്ചിക്ക് മലയാളത്തെക്കാൾ കൂടുതൽ ഇഷ്ടം തമിഴിനോടാണോ? മൈക്ക് തമിഴ് എല്ലായിടത്തും എപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ മലയാളം നമ്മൾ വിചാരിച്ച മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ അപ്പൊ ആ ഒരു വെറുതെ പോകുമ്പോഴും തമിഴ് കേൾക്കാൻ പറ്റും. പക്ഷെ മലയാളം നമ്മൾ ഇഷ്ടപ്പെട്ട് ഇരുന്ന് കേട്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള സമയം ഓക്കെ ഒരല്പം ചായ്വ് അങ്ങോട്ട്. ചായവില്ല, ഏതായാലും എൻ്റെ മാതൃഭാഷയാണ് എനിക്ക് വലുത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. എന്തായാലും സന്തോഷം. താങ്ക് യു പ്രസന്ന ചേച്ചി. ഇത് KR രാജീവ്, നമ്മുടെ ചെന്നൈയിലെ പാട്ടുവേദികൾക്ക് സുപരിചിതനാണ്. അദ്ദേഹം മനോഹരമായ പാടാം. അവിടെ സാഗരങ്ങളെ പാടിയുണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളെ ഒരു നീയൻ ലോലമാമി ഏകധാരയിൽ ഒന്നിളവേൽക്കൂ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാതലത്തിൽ കാതരയാം ചന്ദ്രലേഖയും ഒരു ശോണരേഖയായി മായുമ്പോൾ വീണ്ടും തഴുകി തഴുകി ഉണർത്തും സ്നേഹസാന്ദ്രമാം ഏതു കരങ്ങൾ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു. കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു തെന്നൽ മതിച്ചു പാടുന്നു. ഈ നദിതന്മാരിലാരുടെ കൈവിരൽ പാടുകൾ ഉണരുന്നു. ഒരു തഴുകി തഴുകി ഉണർത്തു മേഘരാഗമെൻ ഏകതാരയിൽ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ
സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളേ. ഇതും മറ്റൊരു ബോംബെ രവി ഗാനമാണ്, സാഗരങ്ങളെ. അതെ, എന്തായാലും സന്തോഷം. ഇത് രാജീവ് മൈക്ക് കയ്യിലെടുക്കുക. രാജീവ് നമ്മുടെ പ്രസന്നിച്ചൊരു കാര്യം പറഞ്ഞ പോലെ നമ്മുടെ താല്പര്യം കൊണ്ട് പാട്ട് പാടി തുടങ്ങിയ ആളാണ്. ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ രാജീവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും. നല്ല മനോഹരമായിട്ട് സ്വന്തം പ്രയത്നം കൊണ്ട് പാട്ട് പാടുന്ന ആളുകളുടെ പറഞ്ഞാൽ ഇവരെയൊക്കെ വേണം നമ്മൾ പറയാനായിട്ട്. എന്തായാലും സന്തോഷം, ഈ പാട്ട് മനോഹരമായിട്ട് പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ മാഷിൻ്റെ ഒരു സ്റ്റേജിലാണ് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പാട്ട് പാടണം എന്നുള്ളൊരു ധൈര്യം കാണിച്ചത്. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എനിക്ക് തന്ന ഒരു സ്വാതന്ത്ര്യം. കാരണം 2014 തോന്നുന്നു നമ്മുടെ കേരള വ്യാപാര മേള നടക്കുന്ന സമയത്ത് അദ്ദേഹം എന്നെ ഒരു കോർഡിനേറ്റർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോൾ പ്രോഗ്രാമിലെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ഞാനായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ്, ഓരോ ടീം വന്നില്ല. അപ്പോൾ സ്റ്റേജിൻ്റെ മറവിലിരുന്നിട്ട് എനിക്കറിയാവുന്ന ഒരു തമിഴ് പാട്ട്, അപ്പോൾ ആ ഒരു പാട്ടാണ് ഞാൻ പാടി ആരംഭിച്ചത്. അതിന് ധൈര്യം തന്നത് അദ്ദേഹമാണ്. കാരണം എനിക്ക് സ്റ്റേജിന് ഫ്രണ്ടിൽ വരാനുള്ള ഒരു പേടിയുണ്ടായിരുന്നു. എനിക്ക് കരോക്കെ എന്നൊക്കെ പറയുന്നതൊക്കെ അറിഞ്ഞു വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആകെ കിട്ടിയ ഒരു അവസരം അതായിരുന്നു. അതിൽ നിന്നാണ് അത് ആരംഭം ഉണ്ടായിട്ടുണ്ടായത് ഇവിടെ തന്നെ. താങ്ക് യു. നല്ല സന്തോഷം. എന്തായാലും രാജീവിൻ്റെ പാട്ട് കേട്ട് നമുക്ക് ഒരു പാട്ടിൻ്റെ ഒരു വരി കൂടെ പാടിയിട്ട് പിരിയാം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കൊടുന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഓക്കെ, താങ്ക് യു. ഇത് KR രാജീവ്. സന്തോഷം രാജീവ്. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. അടുത്ത ഗാനം പാടുന്നത് ദീപ അയ്യർ. നാട് കടന്നു ഏലമലങ്കുടകിൽ പൊരുതി വീണ് കതിവനൂർ വീരനെ സ്വപ്നം കണ്ടു. പെണ്ണ് കതിവനൂർ വീരനെ സ്വപ്നം കണ്ടു. കാനക പെണ്ണ് ചെമ്മരത്തി കണ്ണേരാ കുന്നുമ്മേ ഭജനം പാട്ടു. അടവ് പിണങ്ങി അംഗമൊടുങ്ങി കുരുതി കഴിഞ്ഞു. സ്വപ്നം കണ്ടു പെണ്ണ് കതിവനൂർ
തെയ്യത്തിൽ മലനാടിന് മംഗല്യത്തോറ്റം ഓർക്കാമര ഓർക്കാമര ഓർക്കാമറയത്ത് ചിതയിൽ ചിന്തിയിൽ തെയ്യം തെയ്യത്തിൽ മലനാടിന് മംഗല്യത്തോറ്റം അവളപ്പോൾ ചിതയിലൊടുങ്ങി ചാരപ്പടുതിയിൽ പുടമുറി കഴിഞ്ഞു കാനകപ്പെണ്ണ് ചെമ്മരത്തി കന്നേരാം കുന്നുമ്മേൽ ഭജനപ്പാത്തു എഴുമല നാട് കടന്നു ഏലമലങ്കുടകിൽ പൊരുതി വീണ് കതിവനൂർ വീരനെ സ്വപ്നം കണ്ടു പെണ്ണ് കതിവനൂർ വീരനെ സ്വപ്നം കണ്ടു കാനകപ്പെണ്ണ് ചെമ്മരത്തി കന്നേരാം കുന്നുമ്മേ ഭജനപ്പാത്തു. കാനകപ്പെണ്ണ് ചെമ്പരത്തി. നമുക്ക് ഈ നാട്ടുതനിമ നഷ്ടപ്പെടാതെ പാട്ടുകൾ സമ്മാനിച്ചിട്ടുള്ള വലിയൊരു കൂട്ടുകെട്ടാണ് ശ്രീ കാവാലം നാരായണ പണിക്കരും ശ്രീ MG രാധാകൃഷ്ണനും. അവർ രണ്ടുപേരും ചേർന്നപ്പോൾ ഉണ്ടായ അത്ഭുതമായിട്ടുള്ളൊരു പാട്ടാണിത്, കാനകപ്പെണ്ണ്. ദീപയ്ക്ക് ശരിക്കും തൊണ്ട വയ്യാത്തത് കൊണ്ടൊരു പാട്ട് മാറ്റിയെടുത്താണ്. സത്യം പറഞ്ഞാൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ഈ സംഗീത സന്ധ്യയ്ക്ക് വ്യത്യസ്തമായ ഒരു ഗാനം ആകാൻ വേണ്ടിയായിരുന്നു ദീപയ്ക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലാതെ വന്നതെന്ന് ഞാൻ പറയും. സന്തോഷം തന്നെ കാനകപ്പെണ്ണ് തിരഞ്ഞെടുത്തതിനും മനോഹരമായി പാടി നന്നായി. ദീപയുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഈ ഫോക്ക് രീതിയിലുള്ള പാട്ടുകളുടെ സ്പെഷ്യലിസ്റ്റാണ് ദീപ. അത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകൾ മനോഹരമായിട്ട് പാടും. ദീപയ്ക്ക് ഒരു വലിയ സംഗീത പാരമ്പര്യമുണ്ട്. പിന്നെ പാലക്കാട് അഗ്രഹാരത്തിലെ വലിയൊരു സംഗീതജ്ഞൻ്റെ ഇളയ തലമുറയിൽപ്പെട്ട ആളാണ്. ഹൈദരാബാദിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇപ്പോൾ മദ്രാസി സർവകലാശാലയിൽ സംഗീതത്തിൽ റിസർച്ച് ചെയ്യുന്ന PhD ചെയ്യുന്ന ആണ് പ്രിയപ്പെട്ട ദീപ അയ്യർ. ഇല്ല, 2 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്നത്. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. 2 വർഷത്തിന് ശേഷം പാടുന്നതിന് പേടി ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. ഒരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല. പിന്നെ മുത്തച്ഛൻ്റെ പേരൊന്ന് പറഞ്ഞേ. എനിക്കും നാരായണ ഭാഗവതർ. തൃശ്ശൂർ ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. അതെ. എന്തായാലും സന്തോഷം. അപ്പം ഈ ഫോക്ക് ശൈലിയിലുള്ള പാട്ടുകൾ ഞാൻ ഒരു പാട്ട് ചോദിച്ചാൽ നമ്മൾ രണ്ടുപേരും പാടും. ഓ ധാരാളം, പിന്നെന്താ പാടുന്ന ഏതാന്ന് കേട്ടോളൂ. ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കുയിലേ ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ 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 ഏനോ ഏനോ നേനേനോ ഏനുണ്ടോടി അമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം കമ്മലിട്ടോ പൊട്ടുതൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാര പൂങ്കയിലേ. ഓ ഇതാണ് ദീപയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഇനിയും അടുത്ത പരിപാടികളിലൊക്കെ ദീപയിൽ നിന്ന് ഇത്തരം ഗാനങ്ങൾ കേൾക്കാം. അസുഖം വേഗം ഭേദമാവട്ടെ. സന്തോഷം കേട്ടോ. താങ്ക് യു. കൽപ്പാക്കത്തു നിന്ന് മറ്റൊരു ഗായിക കൃതിക. കുറുനികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു
നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ ആ ആഷാഢമാസനി ശീതിനി തൻ മനസീമയിലോടി നീ ആരും കാണാതെ ആരും കേൾക്കാതെ ഇന്നിലേക്കിന്നു വരുന്നു എൻ മൺകുടിൽ തേടി വരുന്നു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ ലാസ്യനിലാവിന്റെ ലാളനമേറ്റ് ഞാനൊന്നു മയങ്ങി കാറ്റും കാണാതെ കാടും ഉണരാതെ എന്റെ ചാരത്തു വന്നു എൻ പ്രേമ നൈവേദ്യമണിഞ്ഞു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി എന്നും പ്രതീക്ഷിച്ചു നിന്നു നീതു കാണാതെ പോകയോ നീതു ചൂടാതെ പോകയോ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ ആ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീഥിയിൽ നിന്നെ പ്രതീക്ഷിച്ചു വന്നു. ഇത് കൃതിക നമ്മൾ സജീവിൻ്റെ മകളാണ്. ജനിച്ചതും ഒക്കെ പഠിച്ചതൊക്കെ കൽപ്പാക്കത്തല്ലേ? ഇവിടെ മൈക്കിൽ എനിക്കിതൊക്കെ അറിയാം. ഞാൻ ഈ ചോദിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെയാണ് ജനിച്ചത്. ഇപ്പോൾ 11th ക്ലാസ്സിലാണ് ഞാൻ. 11th പഠിക്കുന്നത്. ശ്രീ ഗോകുലം സ്കൂൾ. എവിടെ? ചെങ്കൽപ്പെട്ട്. ചെങ്കൽപ്പെട്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് പാട്ടുകൾ ഞാൻ നേരത്തെയും കൃതികയുടെ പാട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും വേറെ എന്ത് പറയൂ? ലൈവിൽ വന്നിരുന്നു. അതെ. ഒരു പാട്ടുകൂടെ പാടുന്നോ? ഒരു പല്ലവി. മഴ നീ കണമായി താഴത്ത് വീഴാൻ വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ പമദസനി ധനിസമാഗനീത ആ
ഗമ പനീനി പനി സഗാഗ മഗ സനിധ പസാ വനഭൂമി തോറും പരതുന്നു ഹൃദയം വീശുന്ന കാറ്റിൽ മൂടുന്ന പാറ്റിൽ മനികയിലൊരു കുളമലരിന് ഞൊടിയിടതകളിൽ നിന്നും മൈനാകം കടലിൽ നിന്നുയരുന്നു ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നു. ഗംഭീരം. താങ്ക് യു കൃതിക. സന്തോഷം കേട്ടോ, നന്നായി പാടി. ഓക്കെ. സേജൽ പേര് പോലും തെറ്റിച്ച് പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. സീജൾ എന്ന് പറയാൻ പാടില്ല, സേജൾ എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ എല്ലാരും കേക്കട്ടെ, പറഞ്ഞേ. സേജൽ. മൈക്ക് പിടിക്കേ. സേജൽ. സേജൾ. സേജൽ. ഒന്നുകൂടെ പറഞ്ഞേ. SEJAL. ഞാനത് സേജൾ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നും പറയില്ലല്ലോ. ഓക്കെ, അപ്പൊ സേജൾ. സേജൾ നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടുന്നു. ബാക്കി അതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. പാടിക്കോ. ഓണത്തുമ്പി. ഓണത്തുമ്പിയാണോ പാടാൻ പോകുന്നത്? ഓക്കെ, നമുക്ക് കേൾക്കാം. ഓക്കെ. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകമേയും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. മുറികൾ വിടത്താൻ വാ, മുറികൾ പകർത്താൻ വാ, മധുർമരനരയാൻ വാ, മനസ്സിലുറങ്ങാൻ വാ. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകമേയും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. ഒരു പൂവടം പോൽ തണലേകുവാൻ ജീവനിൽ പാകിനാവിൽ കുളിരാകുമാ. കണ്ണെഴുതും കനിവായി വിണ്ണറിയും വരവായി, തേടൂ പൊന്നിൽ കിളിവാതിൽ, തിരയൂ പവിഴം വിരിനീരിൽ. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകമേയും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ.
ഒരു നിഴലായി, നീയു നെഞ്ചിൽ കുളിരായി. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ മെയ്യും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. വിരികൾ വിടത്താൻ വാ, മുറികൾ പകത്താൻ വാ, മനോർമരണയാൻ വാ, മനസ്സിലുറങ്ങാൻ വാ. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർവകമേയും കാവിൽ ഒരു തിരി വയ്ക്കൂ നീ. താങ്ക് യു. ഒരല്പം നേരം അവിടെ നിന്നിരിക്കൂ. ആ, മിടുക്കിയ കേട്ടോ. ഞാൻ ആദ്യ കുട്ടിയെ പരിചയം കാണുന്നത് എവിടെയെന്നറിയാം, ഒരു സംഗീത മത്സരം നടക്കുകയാണ്. അപ്പം കുട്ടികളെല്ലാം വന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം വന്ന് പാടുന്നതിന് ഇടയ്ക്ക് അതിൻ്റെ ടാബുലേഷൻ്റെ സമയത്തോ മറ്റോ ഒരല്പ സമയം ആ സ്റ്റേജ് വെറുതെ കിടന്നു. പുറകിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയാം, എനിക്കൊരു പാട്ട് പാടണം. അങ്ങനെയാണ്, മിടുക്കിയാണ്. ഇതിനുള്ളിൽ തന്നെ ഏതോ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. മോളേത് ഭാഗ്യം. മോള് ഏതോ ചാനൽ ഷോയിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? ചാനൽ ഷോ പറഞ്ഞ ടി വി ചാനലില് ആ ഇപ്പോഴാ കിട്ടിയത്. ഏതിലായിരുന്നു? സരിഗമപ. കണ്ടോ, സരിഗമപയിലൊക്കെ പങ്കെടുത്ത കുട്ടിയാണ്. എന്തായാലും നമ്മൾ പാട്ടിൻ്റെ രംഗത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഈ കുട്ടിയെ നമ്മളിനി ഭാവിയിലും കാണാനുള്ളൊരു സാധ്യതയുണ്ട്. വലിയൊരു പ്രതിഭയിലേക്കുള്ളൊരു നടത്തത്തിലാണ് സേജൽ എന്ന് പറയുന്ന ഈ കൊച്ചു കുട്ടി. നന്ദകുമാർ ഏട്ടൻ 1 എന്ന് പറയുമ്പോൾ ഞാൻ 1.5 എന്ന് പറഞ്ഞു. ഇത് 1.5 എന്ന് നമുക്ക് പറയേണ്ടി വരും. 1.5ക്ക് തുല്യമാണ് സേജൽ. എന്തായാലും മനോഹരമായിട്ട് പാടി. വേറെ ഏതെങ്കിലും പാട്ട് പാടണമെന്നുണ്ടോ? ഏതെങ്കിലും വേറെ പാട്ടിന് 2 വരി പാടുവോ? ഏതാ? ഏതാണ്? ശശികല ചാർത്തിയ. കണ്ടോ, ശരി, പാടി കേക്കട്ടെ. ശശികല ചാർത്തിയ ദീപാവലയം നം തന നം തന നം തന നം തം തനം, നിശയുടെ കാർത്തിക വർണ്ണാഭരണം നം തന നം തന നം തന നം തം തനം, കലനൂപുരി ശിങ്കിരഞ്ജിരമേളം തന 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 തനനം, തൊഴു കൈത്തിരി നെയ്ത്തിരി വിടരും യാവം തന 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 തനനം, ഒരു മരലു പൊരലും ഉയരും ഉണരും ദേവി തനനം തനനം നം 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 തം തനനം തദാദരതം തനനം തം തനനം തദാദരതം തനനം. താങ്ക് യു. ഞാൻ നിർത്താൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? പിന്നെന്തിനു നിർത്തി? 2 ലൈൻസ് വന്ന 2 ലൈൻസ്. 2 ലൈൻസ് ഒരു രക്ഷയില്ല. ശരി, എന്തായാലും സന്തോഷം കേട്ടോ. താങ്ക് യു കൊച്ചു സീജൽ. നമുക്ക് മറ്റൊരു മനോഹര ഗാനം. അപ്പോൾ ആൽഫലീന തോമസ് നമുക്ക് വേണ്ടിയിട്ട് മനോഹരമായ ഒരു പാട്ട് പാടാം. ഓക്കെ. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി.
താരഗണങ്ങളും എന്നീ വരങ്ങളായി മാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ജീമോദ നിർജ്ജരി പോലെ. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത ജീമോദ നിർജ്ജരി പോലെ. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറി. താങ്ക് യു. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിരുന്നു മാറിയത്. ഭാസ്കരൻ മാഷും രവീന്ദ്രൻ മാഷും ചേർന്നൊരുക്കിയ മനോഹര ഗാനമാണ്. വേദികളിൽ ഇങ്ങനെ പാടി 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 പതിഞ്ഞ ഗാനമാണ്. മനോഹരമായിട്ട് അൽഫലീന പാടി. അച്ഛൻ്റെ ട്രെയിനിങ് ആണെന്നറിയാം അല്ലേ? അച്ഛൻ്റെ ട്രെയിനിങ് ആണ്, അമ്മയുടെ സെലക്ഷൻ ആണ്. പക്ഷേ ഓക്കെ 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 എന്തെല്ലാം സുന്ദരമായിട്ട് പാടി, മനോഹരമായിട്ട് പാടി. നമുക്ക് വേറൊരു പാട്ടിൻ്റെ ഒരു പല്ലവിയോട് പാടിയിട്ട് നമുക്ക് രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കമിണ്ടുമോ? എവിടെ എൻ്റെ സ്നേഹഗായകൻ? ഓ രാജഹംസമേ. ഹൃദയരേഖ പോലെ ഞാൻ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ? ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ? നിമിഷമേഘമായി ഞാൻ പെയ്ത് തോർന്നിടാം. നൂറായിരം ഇതളായി നീ നിറയുവാൻ. ജന്മം യുഗമായി ഗംഭീരം, താങ്ക് യു അങ്കിൾ. മിടുക്കി കേട്ടോ, നന്നായി പാടി. സന്തോഷം കേട്ടോ. താങ്ക് യു അൽഫലീന. അമൃത വിജയൻ ഇരിക്കുക, അവിടെ എത്തിക്കോ. ഓക്കെ അമൃത, അപ്പം നമുക്ക് വേണ്ടിയിട്ടൊരു നമുക്ക് പാടാം. ഓക്കെ. രാപ്പാടി
ഒന്ന് താരാകവേ ഗാനം തൻ ചുണ്ടിലും മൂളുന്നു പൂന്തന്നൽ ഞാനും ആനന്ദത്താൽ തീർക്കുന്ന സൽക്കാവ്യം മോഹം പൂവാടി മോടും നിലാവൊളി ഭൂമിയിൽ എഴുതിയതാ പുതിയ കവിതകൾ സാനന്ദം രാപ്പാടി തൻ പാട്ടിൻ കല്ലോലിനി സ്നേഹം പൂച്ചോടുമ്പോൾ പാടുന്നു ഞാൻ ഗാനം കണ്ണീർ പോകുമ്പോഴും തീർക്കുന്നു ഞാൻ കാവ്യം തീരത്തിനായി മോളുന്നു താരാട്ടുകൾ മിന്നൽ മണിനൂപുരം ചാർത്തുന്ന കാൽത്തളിരിൽ നിരാശകൾ ആടും അരങ്ങിത് പാടുവാനെഴുതുമിവൾ പുതിയ ഗാഥക പാടുന്ന രാപ്പാടി തൻ പാട്ടിൻ കല്ലോലിനി രാഗാർദ്രമാദിവ്യ കാവ്യാഞ്ജലി രാപ്പാടി തൻ പാട്ടിൻ കല്ലോലിനി ഇയാളുടെ പേരെന്താണ്? മഹിത് കൃഷ്ണ. എവിടെയാണ് ചെന്നൈയിൽ എവിടെയാണ് താമസിക്കുന്നത്? ചെന്നൈയിൽ ബസന്ത നഗർ. ബസൻ നഗർ. ബസൻ നഗർ, പിന്നെ അണ്ണാ കോളനി 2nd സ്ട്രീറ്റ്. ഓക്കെ ഓക്കെ വണ്ണാന്തുരി. ഓക്കെ. പാട്ടിനെ സംബന്ധിച്ച് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ആ സ്ക്രീനിൽ ആ സ്ക്രോള് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിലേക്ക് നോക്കാതെ പിന്നെ ലിറിക്ക് കയ്യിലിരുന്ന് പേപ്പറിൽ നോക്കിയാണ് പാടിയത്. അപ്പം അത്രത്തോളം പാട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. എങ്ങനെയാണ് പാട്ടിൻ്റെ ഒരു വഴി എങ്ങനെയാണ്? പാട്ട് ഞാൻ കലാമണ്ഡലം ഉദയഭാനു സാറിൻ്റെ അടുത്താണ് പഠിച്ച നാട്ടിൽ. ഓക്കെ. നിലമ്പൂരാണ് എൻ്റെ വീട്. ഓക്കെ. പിന്നെ ഹസ്ബൻഡ് മ്യൂസീഷ്യനാണ്. ഓക്കെ. രാജേഷ് എന്നാണ് പേര്. ഓക്കെ. അവര് ശാന്ത ധനജയൻ സാറിന്റെ അവിടെ കമ്പനി ചെയ്യാണ്. ഓക്കെ. ഓക്കെ. കച്ചേരി ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ. 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 അപ്പോൾ സംഗീതമാണ് കുടുംബം മുഴുവൻ. അതെ. ഓക്കെ. ഓക്കെ. പിന്നെ ഇപ്പൊ ചെന്നൈയിൽ എത്തിയിട്ട് എത്ര കാലമായി? ചെന്നൈയിൽ 11 വർഷമായി. 11 വർഷമായി. എന്താ ഈ ചെന്നൈയിലെ മറ്റ് വേദികളൊക്കെ പരിചിതമാണോ? എങ്ങനെയാണ്? ചെന്നൈയിൽ റെക്കോർഡിങ്, നമ്മുടെ ഡബിങ് മൂവിയിലൊക്കെ പാടിയിട്ടുണ്ട്. ഓക്കെ. 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 ഓ, അപ്പം അത്രത്തോളം ഒരു വലിയ പ്രൊഫൈലിന് ഉടമയാണ് അമൃത വിജയൻ. താങ്ക് യു സർ. പാട്ടിൻ്റെ ഒരു എന്തായാലും സന്തോഷം. നമ്മുടെ വേദിയിൽ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മനോഹരമായിട്ട് പാടിയതിൻ്റെ സന്തോഷം. ഞാൻ നമ്മുടെ ഓണപരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെയോ? 10 വർഷം മുൻപ്. 10 വർഷം മുമ്പ്. പിന്നെ മക്കളൊക്കെ ആയ ശേഷം അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നു. ഓക്കെ. ഓക്കെ. പിന്നെ നമുക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പോൾ 2 കുട്ടികളായി. 10 വർഷത്തെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? പാട്ടിൻ്റെ കാര്യത്തിലൊരു അംബീഷൻ എന്താണ്? സിംഗർ ആവണം തന്നെയാണ്. ഒരു പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് മനസ്സിൽ. ഓക്കെ. ഓക്കെ. അതാണ് സന്തോഷം. എന്തായാലും അതൊക്കെ നമ്മുടെ വിൽ ആണ് എല്ലാം. നമ്മുടെ മനസ്സിലൊരു ഉറച്ച ലക്ഷ്യത്തോടു കൂടി ഒരു തീരുമാനമെടുത്താൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. എന്തായാലും കഴിവുണ്ട്, ഗംഭീര ഗായികയാണ്. എന്തായാലും നമുക്കൊക്കെ അതൊക്കെ പ്രാർത്ഥിക്കാം അല്ലേ? പാട്ട് അമൃതയിൽ നിന്ന് കേൾക്കാൻ കഴിയട്ടെ. എന്താണ് പിരിയുന്നതിന് മുമ്പ് വേറെ ഏത് എല്ലാവരോടും ഒരു പാട്ടിൻ്റെ പല്ലവിയോ ചരണമോ ഒക്കെ തന്നതുകൊണ്ട് അമൃതയും ഒന്ന് പാടിക്കോളൂ. എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റെ ഇന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. നീ എൻ മുളം തണ്ടിൽ
ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ. മോഹം കൈമീട്ടുന്നു വീണ്ടും. തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി. നെഞ്ചോരം നാണം തേടിയോ നിസ നിസ ഗസ നിസ ഗമ പ ഗമ പ നിസ സാനിധ പാമ നീ മാധനി നീ പാമ പസാ. താങ്ക് യു. ഗംഭീരം. ഇപ്പോൾ പിന്നെ ഇന്ത്യയിലെ ഫീമെയിൽ സിംഗേഴ്സ് ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടുള്ള ഗായിക ആരാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടം ചിത്ര മാഡം, പിന്നെ സുജാത ചേച്ചി, പിന്നെ ശ്വേതാ മോഹൻ. ഓക്കെ ഓക്കെ, ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ആരുടെയും പേര് പറഞ്ഞു. ഓക്കെ, അപ്പൊ ചിത്ര അമ്മയുടെ ഒരു ഇഷ്ടമുള്ള ഒരു പാട്ടിന് രണ്ടുപേരും കൂടെ ഞാൻ ക്ഷമിക്കണം കേട്ടോ. ഒന്ന് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമോട് കുഴലിൻ്റെ ഉള്ളിൽ വീടുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്റെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ഞാനെൻ മിഴിനാള മണയാതിരിച്ചും നീറും നെഞ്ചകം അഖിലായി പുകച്ചും വാടും കരൾത്തടം കണ്ണീരാൽ നനച്ചും നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ നീയൻ നൊമ്പരമറിയുമോ ശ്യാമവർണ്ണ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. ഫിനിഷ് ചെയ്യാൻ പറ്റും. കൃഷ്ണ 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 കൃഷ്ണ. ഒരുപാട് സന്തോഷം. ഒരുപാട് ഗ്യാപ്പ് വന്നു. ഇങ്ങനെ വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനെ വേദിയിൽ പാടുക എന്നുള്ളത്. സന്തോഷമാണ്. ഗംഭീരായി. താങ്ക് യു അമൃത. പാട്ടിൻ്റെ വേദികൾ ഞങ്ങൾക്ക് ഒരുപാട് അമൃതയിൽ നിന്ന് കേൾക്കാനും ഒക്കെ കഴിയട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് ആ മനസ്സിലുള്ള ഒരു അംബീഷനൊക്കെ സാധിക്കട്ടെ. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഗംഭീരമായിട്ട് സുന്ദരമായി പാടി. താങ്ക് യു അമൃത. താങ്ക് യു. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. സുരേഷ് രാമസ്വാമിയാണ് നമ്മുടെ അടുത്ത ഗായകൻ. മനോഹരമായ ഒരു പാട്ടാണ് ഇതും. നമുക്കത് കേൾക്കാം. ഓക്കെ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ. നമ്മൾ വിധിയുടെ ബലിമൃഗങ്ങൾ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനി
മനുഷ്യബന്ധങ്ങൾ ചുടലവരെ മോഹങ്ങൾ അവസാന നിമിഷം വരെ മനുഷ്യബന്ധങ്ങൾ ചുടലവരെ ഒരു ചുടലവരെ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര് കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര് കണ്ടാലകലുന്ന കൂട്ടുകാരോ കല്ലെറിയാൻ വന്ന നാട്ടുകാരോ കണ്ടാലകലുന്ന കൂട്ടുകാരോ കല്ലെറിയാൻ വന്ന നാട്ടുകാരോ ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം ഈ മണ്ണിൽ നടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ ഇതുവഴി പോയവർ തൻ കാലടികൾ അക്കരെ മരണത്തിൻ ഇരുൾ മുറിയിൽ അഴുക്കു വസ്ത്രങ്ങൾ മാറി വരും അവർ മടങ്ങി വരും ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിതഭാരം. Thank you. മറ്റൊരു നിത്യഹരിത ഗാനമാണ്. എന്തായാലും സുരേഷ് രാമസ്വാമിയുടെ പാട്ടുകളുടെ തെരഞ്ഞെടുപ്പിനെ നമ്മുടെ ഈ പരിപാടിയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിടത്ത് ജനം ഇന്ന് പാടി കഴിഞ്ഞ പരിപാടിയിൽ പാടിയ പാട്ട് അതിലും മനോഹരമായിട്ടുള്ള ഒരു ഘടന. MSVയുടെ പാട്ടുകൾ നമ്മുടെ ഇവിടെ പാടിയിരുന്നോ? ഹൃദയവാഹിനി ഒരു രണ്ടുപേരും ഒന്ന് പാടിക്കും. ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയാ ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്മേര തരംഗിണിയാ മധുര സ്മേര തരംഗിണിയാ കാലമാകാശ ഗോപുര നിഴലിൽ കാലമാകാശ ഗോപുര നിഴലിൽ കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി കൽപ്പന തൻ കളകാഞ്ചികൾ ചിന്തി ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയ. ഇതാണ് സുരേഷ് രാമസ്വാമി. എന്തായാലും സന്തോഷം കണ്ടേ. നമ്മുടെ ഒരു 5-6 വർഷമായിട്ട് ഞാൻ ഈ ഗായകൻ്റെ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ തലത്തിൽ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആ പാട്ടിന് പ്രത്യേകതകൾ കൂടിക്കൂടി വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സന്തോഷം. എല്ലാ ആശംസകളും സുരേഷ് ജി. പറയും. അതെ അതെ. മറ്റേ നമ്മൾ കഴിഞ്ഞ കുറേയേറെ കാലം വീരമണി സാറിനെയാണല്ലോ പിടിച്ചത്. അപ്പോൾ ഇത്തവണ MSV ഇരിക്കട്ടെ. അതെ ഓക്കെ. അത് നോക്കുന്നോ? ഇരുമുടി താങ്കി ഒരു മനതാകി ഗുരു எனவே വந்தോ குருவினை தீர்க்கும் யமனையும் வெல்லும் திருவடியை காண வந்தோ பள்ளிக்கட்டு கல்லும் முள்ளும் சுவாமியே சுவாமி சரணம்
പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്കുമത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ഓക്കെ താങ്ക് യു എന്തായാലും MSVയും വീരമണിയൊക്കെ ഒരുമിച്ച് വന്നു. സന്തോഷം. ശ്രീ സുരേഷ് രാമസ്വാമി, താങ്ക് യു.